എല്ലാവർക്കും വസുദൈവ കുടുംബത്തിലേക്ക് സ്വാഗതം. നമ്മൾ അയ്യപ്പസ്വാമിയുടെ തത്വങ്ങളെക്കുറിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏറ്റവും വിശേഷമായിട്ട് എടുത്തു പറയേണ്ടുന്ന ഒന്നാണ് 41 ദിവസത്തെ വ്രതാനുഷ്ഠാനം. ഈ 41 ദിവസത്തെ വ്രതശുദ്ധിയോടെ വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഈശ്വര സാക്ഷാത്കാരം നേടാൻ സാധിക്കുക എന്ന് പറഞ്ഞു. ഇവിടെ 41 ദിവസത്തെ വ്രതം എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഈ വ്രതങ്ങളുടെ എല്ലാം പ്രത്യേകത എന്താണ്? നമുക്ക് മനസ്സിനും ശരീരത്തിനും ഒരുപോലെ പുഷ്ടി നൽകുന്നതാണ് വ്രതങ്ങൾ. അതായത് ഇവിടെ മനസ്സും ശരീരവും ഒന്നുപോലെ ശുദ്ധമാക്കപ്പെടുന്നുണ്ട്. ശുദ്ധമാക്കുക എന്ന് പറയുന്നത്, നമ്മൾ വ്രതാനുഷ്ഠാന സമയത്ത് ഈ 41 ദിവസവും ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം എന്നാണ് പറയുന്നത്. സൂര്യോദയത്തിന് മുൻപേ കുളിച്ച് ശരീരം ശുദ്ധി ചെയ്യണം. സസ്യാഹാരം മാത്രമേ നമ്മൾ കഴിക്കുന്നുള്ളൂ, സാത്വികമായിട്ടുള്ള ആഹാരമേ കഴിക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ശരീരശുദ്ധി സംഭവിക്കുന്നുണ്ട്. ഇനി മനഃശുദ്ധിക്കാണെങ്കിലോ ജപം, സ്വാധ്യായം ഇതെല്ലാം ചെയ്യുന്നത് വഴി നമുക്ക് മനഃശുദ്ധി നേടാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊരു വ്രതത്തിൻ്റെയും അടിസ്ഥാന തത്വം ഇതൊക്കെ തന്നെയാണ്. ശരീരത്തെയും മനസ്സിനെയും ശുദ്ധി ചെയ്യുക എന്നുള്ളതാണ്. ഈ 41 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങൾ കൊണ്ടും നമുക്ക് ശരീരവും മനസ്സും ശുദ്ധമാക്കപ്പെടുന്നുണ്ട്. ഇനി ഈ 41 ദിവസവും ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം എന്ന് പറയുന്നുണ്ട്. എന്താ ബ്രാഹ്മ മുഹൂർത്തത്തിൻ്റെ പ്രത്യേകത? നമ്മൾ അതിനെക്കുറിച്ചൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നത് ആരൊക്കെയാണെന്നാണ് പറയുന്നത്. അതായത് ഏതൊരുവനാണോ അതായത് നമ്മുടെ പ്രവൃത്തികളിൽ നിഷ്ഠയുള്ളത്, അതായത് ആയുസ്സിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, സ്വസ്ഥ ജീവിതത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവൻ ആരാണോ അവന് ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം എന്നാണ് പറയുന്നത്. ഇനി നമുക്കറിയാം, ഈ 41 എന്ന സംഖ്യ, വ്രതാനുഷ്ഠാന സംഖ്യ എന്ന് പറയുന്നത് 41 ദിവസമാണല്ലോ. ഈ 41 എന്ന സംഖ്യയ്ക്കും ഒരു പ്രത്യേകതയുണ്ട്. 4 എന്ന് പറയുന്നത് ഇരട്ട സംഖ്യയാണ്, 1 എന്ന് പറയുന്നത് ഒറ്റ സംഖ്യയാണ്. ഈ 4 എന്ന് പറയുന്ന ഇരട്ട സംഖ്യ വൈഷ്ണവ തത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. നാരായണ എന്ന് പറയുന്നത് ഇരട്ട സംഖ്യയാണ്. ഇനി പഞ്ചാക്ഷരി ഓം നമ ശിവായ എന്ന് പറയുന്നത് ഒറ്റ സംഖ്യയാണ്. അപ്പോൾ 4 എന്ന ഇരട്ട സംഖ്യ വൈഷ്ണവ തത്വത്തെയും 1 എന്ന ഒറ്റ സംഖ്യ ശൈവ തത്വത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. നമുക്കറിയാലോ, വിഷ്ണുവിൻ്റെയും ശിവന്റെയും പുത്രനാണ്, ഹരിഹരസുതനാണ് ഭഗവാൻ എന്ന് നമുക്കറിയാലോ അയ്യപ്പൻ. അപ്പോൾ ഇവിടെ ശൈവ വൈഷ്ണവ സംയോഗത്തിലൂടെ ആ ഒരു 41 എന്ന സംഖ്യയും അവിടെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ രണ്ടിൻ്റെയും സംയോഗം. ഇനി നമുക്കറിയാലോ, ദേവന്മാർ, നമ്മളെപ്പോലെ തന്നെയാണ് ദേവന്മാർക്കും ഈ അനുഷ്ഠാനങ്ങളൊക്കെ ബാധകമാണെന്നാണ് പറയപ്പെടുന്നത്. പണ്ട് കാലത്തുള്ള മുനിമാരെല്ലാം, മഹർഷിമാരെല്ലാം തപസ് അനുഷ്ഠിച്ചിരുന്നു. അവരങ്ങനെയാണ് ഈശ്വര സാക്ഷാത്കാരം നേടിയത് എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ആധുനിക യുഗത്തിൽ നമുക്ക് തപസ്സൊന്നും സാധ്യമല്ല. അതുകൊണ്ട് അതിൻ്റെ മറ്റൊരു ലഘു പതിപ്പാണ് ഈ വ്രതാനുഷ്ഠാനങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമ്മൾ മാത്രമാണോ വ്രതം എടുക്കുന്നത്? ഒരിക്കലും അല്ല. ദേവന്മാരും വ്രതം എടുക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ 41 ദിവസം നമ്മൾ എടുക്കുന്ന വ്രതം, വൃശ്ചികം 1 മുതൽ നമ്മൾ എടുക്കുന്ന വ്രതം ദേവന്മാരും അനുഷ്ഠിക്കുന്നുണ്ടത്രേ. അതെങ്ങനെയായിരിക്കും? അതായത് നമ്മുടെ ഒരു വർഷം എന്ന് അല്ലെങ്കിൽ നമ്മുടെ ദേവന്മാരുടെ ഒരു ദിവസം എന്ന് പറയുന്നത് എന്താണെന്നാ പറയുന്നത്? അതായത് 6 മാസം പകല്, നമ്മുടെ 6 മാസമാണ് അവരുടെ പകല്, നമ്മുടെ അടുത്ത 6 മാസമാണ് അവരുടെ രാത്രി. അതായത് മനുഷ്യൻ്റെ ഒരു വർഷമാണ് ദേവന്മാർക്ക് ഒരു ദിവസം എന്ന് പറയാം. നമ്മൾ ഉത്തരായനം, ദക്ഷിണായനം എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. സാധാരണ ഉത്തരായനത്തിലാണ് നമ്മൾ ദേവപ്രീതിക്കായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. അതാണ് ഉത്തരായനാണത്രേ ദേവന്മാരുടെ പകലായിട്ട് കണക്കാക്കുന്നത്. ദക്ഷിണായനം അവർ ഉറങ്ങുന്ന സമയമാണ്. അപ്പോൾ ദേവപ്രീതി നേടുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും ആ സമയത്ത് ചെയ്യുന്നില്ല. അതായത് ക്ഷേത്രപ്രതിഷ്ഠ, പിന്നെന്താ, നവീകരണ കലശങ്ങൾ, അഷ്ടബന്ധ കലശങ്ങൾ, ഇതെല്ലാം ദേവപ്രീതി നേടുന്ന തരത്തിലുള്ള ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഉത്തരായനത്തിലാണ്. അതുപോലെ കൂടുതൽ വ്രതാനുഷ്ഠാനങ്ങൾ നടത്തുന്നത്, അപ്പോൾ ദേവപ്രീതിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് ഉത്തരായനത്തിലാണ്. അപ്പോൾ ദേവന്മാരുടെ പകലാണത്രേ ഉത്തരായനം. ഇനി ദേവന്മാരുടെ രാത്രിയാണ് ദക്ഷിണായനം. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല എന്ന് വേണം പറയാനായിട്ട്. ഇനി ഈ ബ്രാഹ്മ മുഹൂർത്തം എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഏകദേശം നമ്മൾ ഒരു 3 മണി മുതലുള്ള ആ ഒരു സമയത്തെയാണ് നമ്മൾ ബ്രാഹ്മ മുഹൂർത്തമായിട്ട് ആചരിക്കുന്നത്. സത്യത്തിൽ സൂര്യോദയത്തിന് മുൻപുള്ള ഒരു 48 മിനിറ്റ് അത്രയൊക്കെയാണ് ബ്രാഹ്മ മുഹൂർത്തം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദേവന്മാരുടെ പകലാണ് ഉത്തരായനം എന്ന് പറഞ്ഞു.
അങ്ങനെയെങ്കിൽ അവരുടെ ബ്രാഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഒരു 41 ദിവസമാണത്രേ ഇവരുടെ ദേവന്മാരുടെ ബ്രാഹ്മമുഹൂർത്തം. അപ്പോൾ ഈ ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് അവരെന്താ ചെയ്യുന്നത്? അവർ തപസ് അനുഷ്ഠിക്കുകയാണ്. അവരും മോക്ഷത്തിന് വേണ്ടിയിട്ട് അർത്ഥിക്കുകയാണ് ഭഗവാനോട്. ഈ തപസ്സിൻ്റെ സമയത്താണ് നമ്മൾ വ്രതമെടുക്കുന്നത്. അപ്പോൾ ആ ദേവന്മാരുടെ അനുഗ്രഹം കൂടി നമുക്ക് ലഭ്യമാകും. ഇനി ഈ ഒരു 41 ദിവസത്തെ വ്രതം ദേവന്മാരും എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതേ ഒരു ഫലപ്രാപ്തി തന്നെ നമുക്കും നേടാൻ സാധിക്കും ഈ വ്രതാനുഷ്ഠാനങ്ങളിലൂടെ. ഇനി അതുപോലെ തന്നെ പിതൃക്കളുടെ ഒരു ദിവസം എന്ന് പറയുന്നത് എത്രയാണ്? ഇപ്പോൾ ഇത് പറഞ്ഞതിനോടനുബന്ധിച്ചിട്ട് പറയണമെന്നുള്ളൂ. പിതൃക്കളുടെ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ 30 ദിവസമാണ് പിതൃക്കളുടെ ഒരു ദിവസം. അപ്പം നമ്മൾ അമാവാസിയിലെല്ലാം തർപ്പണം ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ അമാവാസിയിലും നമ്മൾ തർപ്പണം ചെയ്യുമ്പോൾ പിതൃക്കൾക്ക് ദിവസവും ഭക്ഷണം ലഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള സമയം തന്നെയാണ് ഈ ഉത്തരായനത്തിലെ 41 ദിവസം. അപ്പോൾ ആ ഒരു 41 ദിവസം നമ്മളും കുറച്ചൊക്കെ സാക്രിഫൈസ് ചെയ്യാനായിട്ട് തയ്യാറാവണം. ഈ സമയം എന്താ നമ്മൾ ഈ ബ്രഹ്മചര്യം അനുഷ്ഠിച്ചിട്ട് വേണം സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ബ്രഹ്മചര്യം പാലിക്കണം എന്ന് പറയും. ഇനി ഈ ബ്രഹ്മചര്യം പാലിക്കുക എന്ന് പറഞ്ഞാൽ ഇതിന് നമുക്ക് സാധിച്ചില്ല എന്ന് കരുതൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പോയി തൊഴുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. നമ്മൾ സാധനങ്ങൾ വാങ്ങാനായിട്ട് മാർക്കറ്റിലേക്ക് പോവാണ്. പണം ഇല്ലാണ്ട് നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും തരുമോ? ഒന്നും തരില്ല. നമ്മൾ വെറുതെ പോയിട്ട് മാർക്കറ്റൊക്കെ ചുറ്റിക്കറങ്ങി കണ്ട് തിരിച്ച് വീട്ടിലേക്ക് വെറും കൈയോടെ വരുന്നത് പോലെയാകും ഈ ബ്രഹ്മചര്യം അനുഷ്ഠിക്കാതെ നമ്മൾ ഈ 41 ദിവസത്തെ വ്രതമെടുത്ത് പോകുന്നത് എന്നാണ് പറയുന്നത്. അതായത് അത്രയും ഇമ്പോർട്ടൻസ് ബ്രഹ്മചര്യത്തിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് വേണം? അതിന് ഈ സ്വാമിയെ കാണാനായിട്ടുള്ള, അതായത് സന്യാസി ഭാവത്തിലാണല്ലോ ഭഗവാൻ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആ വിഗ്രഹം അല്ലെങ്കിൽ ആ ഒരു അവിടുത്തെ ഒരു സങ്കല്പം, ഈശ്വര സങ്കല്പം എന്ന് പറയുന്നത് ആ ഒരു യോഗീ ഭാവമാണ്. അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കാനായിട്ടുള്ള പക്വത നേടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ബ്രഹ്മചര്യം അനുഷ്ഠിക്കേണ്ടത് അനിവാര്യമാണ്, അല്ലേ? ഇനി അതായത് ഒരു കാര്യം നമ്മൾ വെറുതെ പ്രയോജനം ഇല്ലാണ്ട് ചെയ്യരുത്. ഇത്രയും കഠിനമായിട്ടുള്ള മല കയറി സ്വാമിയെ കാണാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും അതിനനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ പോകാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഇനി ഈ 41 ദിവസവും അഷ്ടവിധങ്ങളായിട്ടുള്ള മൈഥുനങ്ങളെ ത്യാഗം ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഈ മൈഥുനം എന്ന് പറയുന്നത് സെക്ഷുവൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് മൈഥുനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? 8 തരത്തിലുള്ള മൈഥുനങ്ങളെ ത്യാഗം ചെയ്യുന്നവന് വീര്യം ലഭിക്കും എന്ന് പറയുന്നുണ്ട് ഭഗവാൻ. എന്താണ് അഷ്ടവിധങ്ങളായിട്ടുള്ള മൈഥുനങ്ങൾ? അതായത് സ്ത്രീകളെ കാണുക, സ്പർശിക്കുക, സ്ത്രീകളോട് സംസാരിക്കുക, പിന്നെ ഗോപ്യമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക, ക്രീഡകളിൽ ഏർപ്പെടുക, കാമോദ്ദീപമായിട്ടുള്ള സങ്കല്പങ്ങളിൽ പെടുക, സ്ത്രീ സമാഗമം, അതുപോലെ അത്തരത്തിലുള്ള കാര്യങ്ങൾ. ഈ സ്ത്രീ സമാഗമത്തിന് പരിശ്രമിക്കാൻ പാടില്ല. ഇതൊക്കെയാണ് അഷ്ടവിധങ്ങളായിട്ടുള്ള മൈഥുനങ്ങൾ. അപ്പം ഇതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല എന്നാണ് പറയണത്. അഷ്ടവിധ മൈഥുനങ്ങളെ ത്യാഗം ചെയ്യണം എന്നാണ് പറയണത്. അപ്പോൾ നമ്മൾ സ്ത്രീകളെ കാണാൻ പാടില്ല, അവരെ സ്പർശിക്കാൻ പാടില്ല, അവരോട് സംസാരിക്കരുത്, ഗോപ്യമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കരുത്, ക്രീഡകളിൽ ഏർപ്പെടരുത്, കാമോദ്ദീപമായിട്ടുള്ള സങ്കല്പങ്ങളിൽ പെടരുത്, സ്ത്രീ സമാഗമത്തിന് പരിശ്രമിക്കരുത്, ഇനി സ്ത്രീ സമാഗമത്തിൽ ഏർപ്പെടരുത്. ഇത്തരത്തിലുള്ള അഷ്ടവിധ മൈഥുനങ്ങളെ ത്യാഗം ചെയ്യുന്നവന് വീര്യം ലഭിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. അതുമാത്രമല്ല കേട്ടോ, 9 തരത്തിലുള്ള ഗുണങ്ങൾ അവന് ലഭിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? തേജസ്, ശ്രീ, ആയുസ്, ബലം, വീര്യം, പ്രജ്ഞ, യശസ്, പിന്നെന്താണ്? പുണ്യം, സജ്ജന സംയോഗം. ഏതൊക്കെയാണ്? ആയുസ്, തേജസ്, ബലം, വീര്യം, പ്രജ്ഞ, യശസ്, പുണ്യം, സജ്ജന സംസർഗം, ശ്രീ എന്ന് വെച്ചാൽ ശ്രീ ഭഗവതി, ഐശ്വര്യ ദേവത. ഇങ്ങനെയുള്ള 9 തരം ഗുണങ്ങളാണ് ഒരുവന് ലഭിക്കുക ഈ അഷ്ടവിധ മൈഥുനങ്ങളെ ത്യാഗം ചെയ്യുമ്പോൾ. പണ്ട് കാലത്തൊക്കെ എങ്ങനെയായിരുന്നു? അതായത് ഈ സ്വാമിമാർ, അതായത് മാലയിട്ട് കഴിഞ്ഞാൽ സ്വാമിയായല്ലോ, പിന്നെ അവർ ഒരു ഷെഡ് പോലെയൊക്കെ കെട്ടി അവർ സ്വയം അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ കുക്ക് ചെയ്ത് എല്ലാവിധ സുഖ സൗകര്യങ്ങളെയും ത്യജിച്ചുകൊണ്ട് ആ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുമായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അതായത് അവർക്ക് മറ്റുള്ള സന്തോഷങ്ങളിൽ ഏർപ്പെടുക, മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, സ്വാമി എന്നൊരു ചിന്ത മാത്രമായിരിക്കും അവരുടെ ഉള്ളിലുണ്ടായിരിക്കാം.
ഇന്നത്തെ കാലത്തെ രീതികളല്ല പറയുന്നത്, പണ്ട് കാലഘട്ടങ്ങളിൽ അങ്ങനെയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എന്താ അഷ്ടവിധ മൈഥുനങ്ങളെ ത്യാഗം ചെയ്താൽ നമുക്ക് നേടാൻ സാധിക്കുന്ന ഭാഗ്യങ്ങൾ എന്ന് വേണം പറയാനായിട്ട്. ഇനി അബദ്ധത്തിൽ സ്ത്രീകളെ സ്പർശിച്ചു, ഈ പറയുന്ന മൈഥുനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ഒരു എന്താ പ്രതിവിധി പറയുന്നുണ്ട്. എന്താണ്? പഞ്ചഗവ്യ ശുദ്ധി വരുത്തി 101 തവണ ശരണം വിളിക്കണം. ഇനി എങ്ങനെയായിരിക്കണം ശരണം വിളിക്കേണ്ടത്? സ്വാമിയേ ശരണമയ്യപ്പ ഇങ്ങനെയാണോ ശരണം വിളിക്കേണ്ടത്? ഒരിക്കലല്ല. നമ്മൾ ദീർഘമായിട്ട് ശരണം വിളിക്കണം എന്നാണ് പറയണത്. ശരണം വിളി എന്ന മന്ത്രത്തിൻ്റെ അത് മന്ത്രം മനനം ചെയ്യുന്നത് വഴി, അല്ലെങ്കിൽ അത് ഉച്ചരിക്കുന്നത് വഴി നമ്മളിലുള്ള ശുദ്ധി ഏറണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വളരെ നീട്ടി തന്നെ ശരണം വിളിക്കണം. ഇപ്പം നമ്മൾ ഓംകാരമൊക്കെ ജപിക്കുമല്ലോ, ഓംകാരം ജപിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഓംകാരം ജപിക്കുന്നത് നമ്മൾ ഓം എന്ന് പറയുന്നത് പോലെയല്ല ഓംകാരം ജപിക്കേണ്ടത്. അത് നീട്ടി തന്നെ ജപിക്കണം. എങ്കിലേ നമ്മൾ ഈ ഒരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്ന സെയിം ഇഫക്റ്റ് അത്രേ ഈ ഓംകാരം ജപിക്കുന്നത് വഴി. അതുപോലെ തന്നെയാണ് ശരണം വിളിയും, അതുപോലെ നീട്ടി വിളിക്കണം എന്നാണ് പറയണത്. സ്വാമിയേ ശരണമയ്യപ്പോ എന്നാണ് അത്ര വിളിക്കേണ്ടത്. ഇതുപോലെ അല്ല കേട്ടോ, നല്ല നീട്ടി തന്നെ വിളിക്കണം. ആ വിളിക്കും ഒരു പ്രത്യേകതയുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത ദിവസം എന്താണെന്ന് കാണാം. അപ്പോൾ എല്ലാവർക്കും എല്ലാം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവം കൃഷ്ണാർപ്പണമസ്തു. സ്വാമിയേ ശരണമയ്യപ്പ. ഈ വ്രതാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ, അതായത് നമ്മൾ പറഞ്ഞല്ലോ മാലയിട്ട് സ്വാമിയാകുമ്പോൾ 36 തരം നിയമങ്ങളാണ് ഈ മഹാശാസ്ത്ര പൂജാകൽപ്പത്തിൽ പറയുന്നത്. അതായത് ഒരുവൻ അനുഷ്ഠിക്കേണ്ട 36 തരം നിയമങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതെന്തൊക്കെയാണ്? ഈ 41 ദിവസത്തെ വ്രതാനുഷ്ഠാന സമയങ്ങളിൽ നമ്മൾ ക്ഷൗരം ചെയ്യാൻ പാടില്ല. താടി വടിക്കുക, മീശ വടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. മുടി വെട്ടുക, നഖം വെട്ടുക, ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. പിന്നെ എണ്ണ തേച്ച് കുളിക്കരുത്. വെറ്റില, മുറുക്ക്, പുകയില ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. മദ്യപാനം, മാംസം, പിന്നെ അഷ്ടമൈഥുനങ്ങൾ ഇതെല്ലാം ഒഴിവാക്കണം. കോപിക്കാൻ പാടില്ല, ഹിംസ പാടില്ല, അസത്യം പറയരുത്. പിന്നെയോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. പിന്നെ മരിച്ച ഈ കർമ്മങ്ങളിലൊന്നും പങ്കെടുക്കാൻ പാടില്ല. കാരണം സ്വാമിയാണല്ലോ. ആരെയും പരിഹസിക്കാൻ പാടില്ല. അവിഹിതമായിട്ട് ധനം സമ്പാദിക്കരുത്. ജാതകർമ്മം, അതായത് പേരുവിളി പോലെയുള്ള ചടങ്ങുകളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അതിലൊന്നും പങ്കെടുക്കാൻ പാടില്ല. ഇനി ഭോഗാസക്തി, ഈ ഭോഗ പദാർത്ഥങ്ങളിലൊന്നും ആസക്തി ഉണ്ടായിരിക്കില്ല. അതായത് നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട കറികളൊക്കെ ആണെങ്കിൽ നമ്മൾ ധാരാളം ഭക്ഷണം കഴിക്കുമല്ലോ, അങ്ങനെയുള്ളൊരു ആസക്തി ഒന്നിനോടും പാടില്ല. അല്പാഹാരികളായിരിക്കണം. അതായത് സാധാരണ സന്യാസി വര്യന്മാരുടെ ജീവിതക്രമം എന്തായിരിക്കുമോ അത് തന്നെ ആയിരിക്കണം സ്വാമിയായിട്ട് മാലയിടുന്ന ഒരു അയ്യപ്പ ഭക്തൻ്റെ നിഷ്ഠകൾ, ആചരണ രീതികൾ എന്നാണ് പറയുന്നത്. ഇനി അയ്യപ്പൻ തൻ്റെ ആത്മാവാണെന്ന് സദാ ധ്യാനിച്ചു കൊണ്ടിരിക്കണം. അതായത് ആ ഒരു സങ്കല്പത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതായത് ഞാനാകുന്ന ജീവാത്മാവും അയ്യപ്പനാകുന്ന പരമാത്മാവും ഒന്ന് തന്നെയാണെന്ന ഒരു ഉദ്ബോധനം നമ്മുടെ മനസ്സിൽ എന്നും ഉണ്ടായിരിക്കണം. ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ സദാ മനനം ചെയ്യേണ്ടത് എന്താണ്? ഞാനും അയ്യപ്പ സ്വാമിയും ഒന്നാണ്. അപ്പോൾ സ്വയം നമുക്ക് തന്നെ ഒരു ബോധ്യം വരും, ഞാൻ സ്വാമിയാണ് അല്ലെങ്കിൽ ഞാൻ ഭഗവാനാണ് എന്നൊരു ബോധ്യം വരുമ്പോൾ നമ്മുടെ ചര്യകളും അതിനനുസരിച്ച് ശ്രേഷ്ഠമായിരിക്കും. അപ്പോൾ നമ്മൾ സ്വയം മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കണം, ഞാൻ തന്നെയാണ് സ്വാമി, ഞാൻ തന്നെയാണ് ഭഗവാൻ. അപ്പോൾ നമ്മുടെ ഓരോ പ്രവൃത്തികളും ഓരോ ചലനങ്ങളും ആ ഒരു ഔന്നത്യത്തിലേക്ക് ഉയരണം. അതിന് വേണ്ടുന്ന കാര്യങ്ങളായിരിക്കണം നമ്മൾ പിന്നീട് ചെയ്യേണ്ടത്. പിന്നെന്താണ്? യഥാവിധി ദാനധർമ്മങ്ങൾ ചെയ്തു കൊള്ളണം. ഇനിയിപ്പോൾ ഒരു ഏതെങ്കിലും യാചകരോ ഭിക്ഷക്കാരോ ഒക്കെ വരുമ്പോൾ അവരെ ആട്ടി ഓടിക്കുന്നതിന് പകരം അവർക്ക് വേണ്ടത്, അർഹതപ്പെട്ടത് കൊടുത്തു കൊള്ളാനായിട്ടുള്ള ഒരു മനസ്സിനായിരിക്കും. പരദൂഷണം ും രാവിലെയും വൈകിട്ടും നമ്മൾ കുളിച്ച് ദേഹശുദ്ധി വരുത്തി ശരണം വിളിച്ച് ഭസ്മം ധരിച്ച് നമ്മൾ ശുദ്ധി വരുത്തണം. പിന്നെയോ നാമജപം, ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഈ ലൗകികപരമായിട്ടുള്ള അത്തരത്തിലുള്ള ആക്ടിവിറ്റീസിലൊന്നും അങ്ങനെ ഇടപെടരുത്. അതായത് ഇപ്പം കല്യാണത്തിന് പോവുക, അല്ലെങ്കിൽ വിശേഷങ്ങൾ മറ്റെന്തെങ്കിലും ഈ ലൗകികപരമായിട്ടുള്ള എൻഗേജ്മെൻറ്റ്സ് ഒക്കെ വളരെ കുറയ്ക്കുക എന്ന് പറയും. പക്ഷേ അതിന് പകരമായിട്ട് നമുക്ക് നാമജപങ്ങളിൽ പങ്കെടുക്കാം. പിന്നെ പാട്ട്, ഭഗവാന്റെ അയ്യപ്പൻ പാട്ടൊക്കെ ഉണ്ടാവുമല്ലോ, അത്, വിളക്ക്, അതിലൊക്കെ നമുക്ക് പങ്കെടുക്കാം.
അതുപോലെ സിനിമ, നാടകം ഇതൊന്നും കാണരുതെന്ന് പറയും. കാരണം അവിടെയൊക്കെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കുറേ എന്താ പറയുക, നമ്മുടെ കാമക്രോധങ്ങളെയൊക്കെ ജ്വലിപ്പിക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും അതിലെല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും ആ ഒരു മായ അതിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ പരമാവധി അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കുക, അവിടെ നിന്നൊക്കെ വിത്ഡ്രോ ചെയ്തിട്ട് മനസ്സിനെ അങ്ങോട്ട് ഭഗവാനിൽ അങ്ങോട്ട് ലയിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. ഇനി ആർത്തവം സംഭവിച്ചിട്ടുള്ള സ്ത്രീയെ തൊടുകയോ കാണുകയോ തീണ്ടുകയോ ഒന്നും ചെയ്യരുതെന്ന് പറയും. ഇനി അങ്ങനെ സംഭവിച്ചാലോ പഞ്ചഗവ്യ ശുദ്ധി വരുത്തി 12 തവണയെങ്കിലും ശരണം വിളിക്കണം എന്നാണ് പറയണത്. ഇതൊന്നും ഇന്നത്തെ തലമുറയ്ക്ക് ഇതെല്ലാം പൂജാകൽപ്പത്തിൽ പറയുന്ന വിധികളാണ് കേട്ടോ. ഇങ്ങനെയാവണം ശബരിമലയ്ക്ക് പോകേണ്ടത്. നിങ്ങൾ മലയ്ക്ക് പോകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേണം പോകാനായിട്ട്. ഇതൊക്കെ പാലിക്കാൻ താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ അനുഷ്ഠിക്കാൻ താല്പര്യമുണ്ടോ, അവർ മാത്രം പോയാൽ മതി എന്നാണ് പറയണത്. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഓരോരോ കാരണങ്ങളുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഒരു ലൗകിക ജീവിതത്തിൽ, ഈ ഭൗതികപരമായിട്ടുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ജീവിതത്തിൽ ജീവിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ പാടില്ല എന്നുള്ള കുറേ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരണത്. ഇതെന്തപ്പോൾ ഇതിങ്ങനെയൊക്കെ, അത് പാടില്ല ഇത് പാടില്ല, നമ്മളെന്താ സന്യാസിമാരാണോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ അവിടെ ഇരിക്കുന്ന ആ ഒരു എന്താ പറയുക, പട്ടബന്ധത്തിലാണല്ലോ ഭഗവാൻ ഇരിക്കുന്നത്, യോഗി പോസ്ചറിലാണല്ലോ ഇരിക്കുന്നത്. ആ ഒരു ഭാവത്തിലേക്ക് ഉയരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള നിഷ്ഠകളൊക്കെ വെച്ചിരിക്കുന്നത്. പടിപടിയായിട്ട് നമ്മൾ ആ ഒരു ഭാവത്തിലേക്ക്, ആ ഒരു സങ്കല്പത്തിലേക്ക് ഉയരാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് ഇത്തരം കാര്യങ്ങളെല്ലാം അനുഷ്ഠിക്കണം എന്ന് പറയണത്. പിന്നെയോ വ്രതകാലത്ത് ആർക്കും ജാമ്യം നിൽക്കരുത്. അതുപോലെ മടി പിടിച്ചിരിക്കുക, പിന്നെ പകൽ ഉറങ്ങുക, ഒരുപാട് സമയം ഉറങ്ങുക, ഇതൊന്നും പാടില്ല അത്രേ. പിന്നെ ആരെയും നിന്ദിക്കാൻ പാടില്ല. ഇത്തരം 36 അനുഷ്ഠാനങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇതെല്ലാം അതായത് 41 നോൽമ്പ് എന്നൊക്കെ നമ്മൾ മലനോൽമ്പ് എന്നൊക്കെ പറയുമല്ലോ, ഇതാണ് ഈ മലനോൽമ്പ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ കന്യ അയ്യപ്പന്മാരാണെങ്കിലോ അവർ 41 ദിവസം ഒന്നും നോറ്റാൽ പോരാത്രേ. അതായത് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ എന്നെ ഈ മണ്ഡലകാലത്തൊന്നും വന്ന് കാണണ്ട, കന്നിമാസം മുതൽ നോൽമ്പെടുത്ത് മകരത്തിൽ എന്നെ വന്ന് കണ്ടാൽ മതി. അതുവരെ എന്നെ തന്നെ ധ്യാനിച്ചുകൊണ്ട് സർവവും ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് നിഷ്ഠയോടെ ജീവിക്കാനായിട്ടുള്ള ഒരു ക്ഷമ നേടൂ. ആ ക്ഷമയോടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഈ ജന്മത്തിലെ സാക്ഷാത്കാരമായിട്ടുള്ള മോക്ഷം തരാനാണ് ഭഗവാൻ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സർവവും ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ഈ അനുഷ്ഠാനങ്ങളിലൂടെയൊക്കെ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ആത്മാവിനെയും ആ ഒരു യോഗീഭാവത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് അവിടെ ബ്രഹ്മസാക്ഷാത്കാരത്തിന് എത്താനായിട്ടുള്ള യോഗ്യത ഈ വ്രതാനുഷ്ഠാനങ്ങളിലൂടെ നേടിയെടുക്കണം. മനസ്സിനെയും ശരീരത്തെയും ശുദ്ധമാക്കിക്കൊണ്ട് ഭഗവാനിൽ ലയിക്കാനായിട്ടുള്ള യോഗ്യത നേടാനായിട്ടാണ് ഈ കഠിനമായിട്ടുള്ള വ്രതാനുഷ്ഠാനങ്ങളെല്ലാം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അനുഷ്ഠിച്ചുകൊണ്ട് നമുക്കിനി മുന്നോട്ട് പോകാം. ഇത് മാത്രമല്ല കേട്ടോ, അനവധി കാര്യങ്ങൾ ഇനിയുണ്ട്. ഈ നെയ്യൊക്കെ നിറയ്ക്കുന്ന സങ്കല്പം തന്നെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള സങ്കല്പത്തോടെ വേണത്രേ നെയ്ത്തേങ്ങയിലൊക്കെ നെയ്യ് നിറയ്ക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും ഭക്തിയോടെ ശുദ്ധിയോടെ ഭഗവാനിൽ സർവം സമർപ്പിച്ച് ശുദ്ധമായി വ്രതം നോറ്റ് ഈ മണ്ഡലം ഈശ്വരാനുഗ്രഹത്തോടെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുന്നു. സ്വാമിയേ ശരണമയ്യപ്പ.